പോലെ തന്നെ പക്ഷേ ഇന്ത്യൻ ടൂവിനെക്കാട്ടി കൊള്ളാം. പിന്നെ ഇവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഒട്ടും കമ്പയർ ചെയ്യാനൊക്കെ ഇല്ല. അത് നമ്മുടെ കാലത്ത് നല്ല പടങ്ങൾ, ഇത് ഒട്ടും കൊള്ളില്ല. അത്ര തന്നെ ഒച്ച. എല്ലാ പടവും മിസ് ചെയ്ത് പകുതി മുതൽ സിനിമ തന്നെ ഫുള്ള് ഒരു പൈസയുടെ കഴപ്പ് അവനെ. അങ്ങനെ ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനായി എത്തിയ ഗെയിം ചേഞ്ചർ റിലീസാണ്. അപ്പം ഇന്ത്യൻ 2 വഴി ശങ്കറിൻ്റെ പേരെല്ലാം പോയിരിക്കണം. അപ്പോൾ ഈ ഒരു സിനിമ വഴി തിരിച്ചു വരുമ്പോൾ കണ്ടറിയാം. ശങ്കറിൻ്റെ എല്ലാ പടവും മിസ് ചെയ്ത് പകുതി മുതൽ സിനിമ തന്നെ ഫുള്ള്. ഒരു ശിവാജിയെ കൊണ്ടു അകത്ത്. ശിവാജി കുറച്ച് മുതൽവനാണ് കൂടുതലായിട്ടുള്ളത്. ആ സെയിം സിനിമ കുറച്ച് വ്യത്യാസം അത്രയോ. കണ്ടിരിക്കാൻ ഇന്ത്യൻ 2 പോലെ ഇല്ല, ഈ പടം ഒരു ആവറേജ് ഉണ്ട്. പക്ഷേ ശങ്കറിൻ്റെ ആ പഴയ ആ ഒരേ സ്റ്റൈല്, പുതിയതായിട്ട് ഒന്നുമില്ല. ആ പഴയ സ്റ്റൈല് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് ആണ്, വേറൊന്നുമില്ല പറയാൻ. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ വേസ്റ്റ് ആണ്. വിഷ്വൽ എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെ, പക്ഷേ പോരാ എന്നാണ്. മറ്റ് ശങ്കർ പടങ്ങളെ വെച്ച് നോക്കാൻ പോരത്. ശങ്കറിന്റെ പഴയ പടങ്ങളെല്ലാം മിക്സ് ചെയ്തൊരു അങ്ങനെ ഒരു എഫക്റ്റാണ് തോന്നുന്നത്, ഒരു മിക്സ് തോന്നുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും മുതൽവനൊക്കെ കണ്ടൊരു ഫീലാണോ? അപ്പോൾ മുതൽവൻ ഇവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഒട്ടും കമ്പയർ ചെയ്യാനൊക്കെ ഇല്ല. അത് നമ്മുടെ കാലത്ത് നല്ല പടങ്ങൾ, ഇത് ഒട്ടും കൊള്ളില്ല. അത്ര തന്നെ ഒച്ച വാക്കിൽ പറഞ്ഞാൽ കൊള്ളൂല. ശരിക്കും ശങ്കറിന്റെ ഒരു കമ്പാക്ക് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇന്ത്യൻ 2 മുതൽ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ നല്ലൊരു പടം എന്ന് തോന്നുന്നില്ല. നല്ലൊരു പടമായിരുന്നു. ശങ്കറിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു പഴയ ഫിലിമോഗ്രഫിയും ഡയറക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ലെവൽ വന്നിട്ടില്ല. ബട്ട് ഐ ഷുഡ് റീസെൻ്റ് ഇറങ്ങി ഇന്ത്യൻ 2വിനെക്കാട്ടി മച്ച് ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ്റെ ക്ഷീണം തീക്കാനുള്ളതുണ്ടോ അതിൽ? അത്യാവശ്യം കുഴപ്പമില്ല. ഐ മീൻ ഞാൻ പറയില്ല, ശങ്കർ ഡയറക്ടറിന് ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദെൻ കമ്പയർ ടു ഇന്ത്യൻ 2 ഹീസ് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 2 മോശമായത് തന്നെ ഈ പടമൊക്കെ എടുത്തുകൊണ്ടായിരിക്കും. പുള്ളി എനിക്കൊന്ന് ഗെയിം ചേഞ്ചർ ആയിരിക്കും മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇന്ത്യൻ 2 തട്ടിക്കൂട്ട് ചെയ്തതായിരിക്കും. ഇന്ത്യൻ 3 ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നത്. പൈസയുടെ കഴപ്പ് അവനെ ചുമ്മാ പടം ചുമ്മാ എടുത്ത് വെച്ചേക്കണം. അത്രയ്ക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും പോസിറ്റീവായിട്ടൊന്നും പടത്തിലൊന്നുമില്ല. പടത്തിൽ ഒരു ആ പടം ഇത്ര ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നിൽക്കാനുള്ള പടമാണ്. ചുമ്മാ വലിച്ചിട്ട് ഒരു ആവശ്യമില്ല. പൈസയുടെ കഴപ്പ് അത്രയും കുഴപ്പമില്ല, കൊള്ളാം. ശങ്കറിൻ്റെ സിനിമ നോർമലായിട്ടുള്ള എല്ലാ സിനിമയും പോലെ തന്നെ, പക്ഷേ ഇന്ത്യൻ 2വിനെക്കാട്ടി കൊള്ളാം. ബ്രഹ്മാണ്ഡ സിനിമയാണോ? അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ടാണ്. പക്ഷേ സിനിമ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ബോറിംഗ് ഒന്നുമില്ല. ഒരു കമ്പാക്കെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കൊള്ളാം, സിനിമ കൊള്ളാം. ട്രെയിലറിലൊക്കെ വെച്ച് ശിവാജി അങ്ങനെ കുറേ തോന്നിയത് ശങ്കറിൻ്റെ എല്ലാ സിനിമ കാണുമ്പോൾ തന്നെയാണ്, പക്ഷേ അത് എടുത്തിരിക്കുന്ന രീതികൾ കൊള്ളാം. ഒരു ഇമോഷണൽ സീനാൻസ് ആയിരുന്നാലും കൊള്ളാം, കുഴപ്പമില്ല. നോർമൽ രീതി തന്നെ. ഇന്ത്യൻ 2 ഇതൊന്നും പറഞ്ഞിറക്കിയെങ്കിലും മറ്റേ നെഗറ്റീവ് ആക്കേണ്ടി വരില്ലായിരുന്നു. വിഷമിക്കാൻ എന്തൊക്കെയോ നടക്കുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളവരാതോ, സെക്കൻഡ് ഹാഫ് അടി വെട്ടി പോകയാണോ? ഒരു ശങ്കർ പടമല്ലേ, ഒരു ബ്രഹ്മാണ്ഡ സംവിധാന പടമാകുമ്പോൾ എന്തെങ്കിലും പടം ഇന്ത്യൻ 2 ഞാൻ കൈവിട്ടായിരുന്നു. അല്ല, ആയ കാലത്ത് പുള്ളി വലിയ സംഭവമായിരുന്നു. പണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇതൊന്നും അത്ര വരുന്നില്ല. എന്തെങ്കിലും ഈ സിനിമയ്ക്ക് പോസിറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത് കണ്ടത് വെച്ച്? ആക്ച്വലി നല്ലൊരു പടമായിട്ട് തുടക്കം തൊട്ട് എടുത്തിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറേ ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഇങ്ങനെ ഇതാണെന്ന് തോന്നാൻ. പടം കുഴപ്പമില്ല, നല്ലൊരു ശങ്കർ ഫിലിമായിരുന്നു സാധാരണ പോലെ തന്നെ. പക്ഷെ രാംചരണ് കിട്ടുന്നതിൽ വെച്ച് നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. മേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഗ്രാഫിക്സ് ആയാലും ഡാൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ಸಾಂಗ್ಸ್ ಸೂಪರ್, ಫೈಟ್ಸ್ ಆ್ಯಂಡ್ ಶಂಕರ್ ಸರ್ ಡೈರೆಕ್ಷನ್ ಮಾರ್ಕಿಂಗ್ ಎಲ್ಲ ಉಂಟು. ಪೊಲಿಟಿಕಲ್ ಪಿಕ್ಚರ್ ಸೂಪರ್. രാംചരൺ ആക്ടിങ് 1 man show, ಸೂಪರ್ ಆ್ಯಕ್ಟಿಂಗ್ ಆಫ್ಟರ್ 3 years.